വീക്ഷണവും ജയ്ഹിന്ദും മുടിപ്പിച്ചതാര്? കോൺഗ്രസിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ചെറിയാൻ ഫിലിപ്പ് അധ്യക്ഷനായി മാധ്യമസമിതി രൂപീകരിച്ചതായി KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ അറിയിച്ചതായി ഒരു വാർത്ത കഴിഞ്ഞ ദിവസം കണ്ടു. ഇത് കണ്ടപ്പോൾ ഓർമ്മ വന്നത് ഒരു പഴഞ്ചൊല്ലാണ്. അത്യാവശ്യ സമയത്ത് മാത്രം ഈ അവയവം ഓർമ്മിക്കുന്നതിനെക്കുറിച്ചുള്ള ഈ പഴഞ്ചൊൽ ഈ സന്ദർഭത്തിൽ പരസ്യമായി പറയുവാൻ സാധിക്കില്ലെങ്കിലും നിങ്ങൾക്ക് കാര്യം പിടികിട്ടിക്കാണും. തിരഞ്ഞെടുപ്പൊക്കെ അടുക്കാറായപ്പോൾ ഇതാ അണ്ണന്മാർ ഒരു അഡ്ഹോക്ക് മാധ്യമസമിതിയൊക്കെ രൂപീകരിച്ച് ഇതാ വരുന്നു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാണ് ജനങ്ങളിൽ ജനാധിപത്യ ബോധം ഉണരുന്നതും ഇവർ മാധ്യമങ്ങളിലൂടെ പറയുന്നത് കേട്ടിട്ട് വേണം കേരളത്തിലെ ജനങ്ങൾക്ക് രാഷ്ട്രീയ ബോധം ഉണ്ടാകേണ്ടുന്നതും ആർക്കാണ് വോട്ട് ചെയ്യേണ്ടുന്നതുമൊക്കെയുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുന്നതും എന്നൊക്കെ ധരിച്ചാണ് ഇവർ ഇപ്പോഴും ഇരിക്കുന്നത്. ഈ കോൺഗ്രസ്സുകാർ കുറഞ്ഞത് ഒരു 25 കൊല്ലമെങ്കിലും പുറകിലാണ് ഇപ്പോഴും എല്ലാ കാര്യങ്ങളിലും. അന്തംകമ്മികൾക്ക് പോലുമുണ്ട് സുസജ്ജമായ മീഡിയ സ്ട്രാറ്റജി, വളരെ അഗ്രസീവായ സൈബർ പോരാളികൾ, മികച്ച സോഷ്യൽ മീഡിയ ഹാൻഡ്ലിങ്ങുകൾ. എന്നാൽ കോൺഗ്രസ് പാർട്ടിക്കോ 60 വർഷം രാജ്യം ഭരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇതെന്ന് ഓർക്കണം. എല്ലാ സംസ്ഥാനങ്ങളും അതാത് ഭാഷകളിൽ പ്രാദേശികമായി പ്രിന്റ്, വിഷ്വൽ, ഡിജിറ്റൽ മീഡിയകളിൽ 1-ാം സ്ഥാനത്ത് ഇവർക്ക് എത്താൻ അവസരമുണ്ടായിരുന്നു. അത്ര റിസോഴ്സ്ഫുൾ ആയിരുന്നു ഈ പാർട്ടി. ഇവർ വിചാരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഇലക്ട്രൽ ബോണ്ട് പോലെ എല്ലാ കോർപ്പറേറ്റുകളുടെയും മാസപ്പടി പരസ്യരൂപത്തിൽ ഇവരുടെ മാധ്യമങ്ങളിലൂടെ ലഭിക്കുമായിരുന്നു. പക്ഷേ അതിനുള്ള ശ്രമമൊക്കെ ഉണ്ടായി. പക്ഷേ ആ വന്ന പണമെല്ലാം അടിപടലം ഇവിടുത്തെ ചില കണ്ടാഗ്രസ് നേതാക്കൾ വെട്ടിക്കൊണ്ടുപോയി. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക മുഖപത്രമാണ് വീക്ഷണമെന്ന് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. കോൺഗ്രസ്സുകാർ പോലും അത് കണ്ടിട്ടുണ്ടോ എന്നും അറിയില്ല. അതിൻ്റെ എഡിറ്റർമാർ പോലും അത് പ്രിന്റ് ചെയ്ത് കാണാറുണ്ടോ എന്നും അറിയില്ല. കാരണം മൊത്തത്തിൽ 1000 കോപ്പിയിൽ താഴെയാണ് പ്രിന്റ് ചെയ്യുന്നത്. PRD പരസ്യങ്ങളുടെ വൗച്ചർ കോപ്പി കൊടുക്കുവാൻ മാത്രം എന്നാണ് അറിയുന്നത്. കൊച്ചിയിൽ നിന്നും ഇതിപ്പോഴും പ്രസിദ്ധീകരിക്കുന്നുണ്ട് എന്നാണ് ശ്രുതി. 1976 ഇന്ദിരാഗാന്ധിയാണ് വീക്ഷണം പത്രം ഉദ്ഘാടനം ചെയ്തത്. അതായത് 48 വർഷങ്ങൾക്ക് മുമ്പ്. 2 കൊല്ലം കൂടി കഴിഞ്ഞാൽ ഗോൾഡൻ ജൂബിലി ആകും എന്ന് ഈ വാർത്ത കാണുമ്പോഴായിരിക്കും നേതാക്കന്മാർക്ക് പോലും ഓർമ്മ വരുന്നത്. അയ്യോടാ, ശരിയാണല്ലോ എന്ന്. ഈ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കാൻ പോകുന്ന പത്രത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ന്യൂസ് പ്രിന്റ് മേടിക്കാൻ കാശില്ല, ജീവനക്കാരോ ഇല്ല. ഉള്ള ജീവനക്കാർക്ക് ശമ്പളം കിട്ടിയിട്ട് മാസങ്ങളായി. പ്രിന്റിംഗ് പ്രസിനും ന്യൂസ് പ്രിന്റ് സപ്ലയർക്കും കോടികൾ കടങ്ങൾ. മറ്റു മാധ്യമ സ്ഥാപനങ്ങൾ ആധുനികവൽക്കരണത്തിലേക്ക് പോയപ്പോൾ വീക്ഷണം നിവൃത്തികേട് കൊണ്ട് പല പ്രാവശ്യം പൂട്ടിക്കെട്ടി. ഇടയ്ക്കിടയ്ക്ക് വീണ്ടും തുറക്കും. ഇപ്പോൾ കച്ചി പേപ്പറിൽ അടിക്കുന്നു. KPCC പ്രസിഡന്റ് K സുധാകരനാണ് ഈ വീക്ഷണത്തിന്റെ ചെയർമാൻ. അതുപോലെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു മലയാളം ടെലിവിഷൻ ചാനലായിയാണ് ജയ്ഹിന്ദ് TV 2007 ഓഗസ്റ്റ് 17 തുടക്കമായത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധി ചാനൽ അന്ന് ഉദ്ഘാടനം ചെയ്തു. 17 വർഷമായി ഈ ചാനലിൻ്റെയും ഗതി ഇതുതന്നെ. ലൈസൻസും ചാനലിരിക്കുന്ന കെട്ടിടവും ഒക്കെ K മുരളീധരൻ്റെ ആയതുകൊണ്ട് ഇതുവരെ ഇറക്കി വിട്ടില്ല, അത്ര തന്നെ. ഇവിടെയും ശമ്പളം കിട്ടാത്തതിനെ തുടർന്ന് ജീവനക്കാർ കളഞ്ഞിട്ട് പോയി. മാസങ്ങളായി ശമ്പളം കുടിശ്ശികയിലാണ്. ഇപ്പോൾ ഒരു വിധത്തിൽ തട്ടിയും മുട്ടിയും ഓടിച്ചു കൊണ്ടുപോകുന്നു. ഇടയ്ക്കിടയ്ക്ക് ചാനലിന് ചില ബലിയാടുകളെ വീണ് കിട്ടും. അതിനൊരു ഉദാഹരണമാണ് വിജയൻ തോമസ്. ആ പാവത്തിൻ്റെ പണ്ട് കുടിച്ച മുലപ്പാൽ വരെ ഊറ്റി കുടിച്ചു ചണ്ടിയാക്കിയാണ് വിട്ടത്. ഭരണമുണ്ടായിരുന്നപ്പോൾ ചാനലിൻ്റെ ചുമതലയുണ്ടായിരുന്ന രമേശ് ചെന്നിത്തലയും MM ഹസനും ചേർന്ന് പാരലൽ സംവിധാനം ഉണ്ടാക്കി കോടികൾ തട്ടിയെടുത്തു എന്ന് ചാനൽ ജീവനക്കാർ തന്നെ ITV ന്യൂസിനോട് വെളിപ്പെടുത്തി. ഈ 2 കുളയട്ടകൾ അവരുടെ സിൽബന്ധികളെ വെച്ച് പണം വകമാറ്റിയാണ് ചാനലിനെ ഈ ഗതിയിലാക്കിയതെന്ന് അവർ സാക്ഷ്യപ്പെടുത്തുന്നു. ഇവിടെയാണ് ഇടതുപക്ഷത്തെ കണ്ടുപിടിക്കേണ്ടത്. വെട്ടിയാലും ഒരു മാന്യതയൊക്കെ ഉണ്ട്. ഇതുപോലെ അടിപടലം കടുംപെട്ട് വെട്ടില്ല. ഇന്ന് ദേശാഭിമാനിയും കൈരളി ചാനലും അതിൻ്റെ സബ്സിഡിയറി ചാനലുകളും അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നു. അവിടെ ജീവനക്കാരെ നന്നായി നോക്കുന്നു, ശമ്പളം കൃത്യസമയത്ത് കൊടുക്കുന്നു. കയ്യിൽ പവർഫുൾ മീഡിയ ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങൾ അവർക്ക് അവരുടെ വോട്ട് ബാങ്കിന് നേരിട്ടെത്തിക്കുവാനും സാധിക്കുന്നു. കോൺഗ്രസ് പാർട്ടി തെണ്ടിപ്പിരിച്ച് പത്രവും ചാനലും നടത്തിയിട്ട് അതിൻ്റെ എഡിറ്റർമാർ പോലും അത് കാണുന്നുണ്ടോ? വെറുതെ കാശും പോകുന്നു, കാര്യവും നടക്കുന്നില്ല. ഇടതുപക്ഷം അവരുടെ സ്വന്തം ചാനലുകൾ പോരാഞ്ഞ് ബിനാമി പേരുകളിലും മുൻനിര ചാനലുകൾ മാനേജ് ചെയ്യുന്നു, ഒരു പാർട്ടി ടോൺ കൊടുക്കാതെ. ഓർക്കുക, 60 വർഷം രാജ്യം ഭരിച്ചിട്ടും ഒരു ചെറിയ മാധ്യമ സ്ഥാപനം നന്നായി നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കാത്ത കട്ടുമുടിപ്പിച്ച ഇവരെയാണ് നമ്മൾ വീണ്ടും
ഭരിച്ചു ഗുണപ്പെടുത്തുവാൻ രാജ്യത്തെ ഏൽപ്പിക്കാൻ പോകുന്നത്. ഈ മാധ്യമങ്ങളെ അടിപടലം വെട്ടിക്കമിഴ്ത്തിയ നേതാക്കന്മാരാണ് ഇന്ന് KPCCയുടെ ആക്ടിംഗ് പ്രസിഡന്റ് സ്ഥാനത്തും ചാനലിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തും ഇരിക്കുന്നതെന്ന് ഓർക്കുക. ഇവർ ഇപ്പോഴും കരുതുന്നത് മാധ്യമങ്ങൾ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ ഇവരുടെ അളിഞ്ഞ പ്രസംഗങ്ങൾ എടുത്ത് അലക്കാനുള്ള ഒരു ഇടപാട് മാത്രമാണ് എന്നാണ്. പിന്നെ എങ്ങനെ നന്നാകും? i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.